നിർബന്ധിത ആർത്തവ അവധി സ്ത്രീകളുടെ തൊഴിൽ മേഖലയിലെ പങ്കാളിത്തത്തെ ദോഷകരമായി ബാധിച്ചേക്കാമെന്ന് സുപ്രീംകോടതി. നിയമം വന്നാൽ സ്ത്രീകളെ ജോലിക്കെടുക്കാൻ കമ്പനികൾ മടിച്ചേക്കും. നിർബന്ധിത ആർത്തവാവധി വേണമെന്ന ഹർജി തീർപ്പാക്കിയാണ് കോടതിയുടെ നിരീക്ഷണം. ആർത്തവാവധി നയം രൂപപ്പെടുത്തുന്നതിന് ഹർജിക്കാരന്റെ പ്രാതിനിധ്യം പരിഗണിക്കണമെന്നും കേന്ദ്രത്തോട് കോടതി. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ്, ഈ ആർത്തവാവധി സംബന്ധിച്ച് എന്താണ് സുപ്രീംകോടതിയിൽ നിന്ന് വരുന്ന നിരീക്ഷണങ്ങൾ? ദിവ്യ, രാജ്യത്ത് സ്ത്രീകൾക്ക് നിർബന്ധിത ആർത്തവ അവധി ഏർപ്പെടുത്തുന്നത് അവരുടെ തൊഴിൽ മേഖലയിൽ വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ആർത്തവ അവധി നിർബന്ധിതമാക്കണമെന്നുള്ള ഹർജി ഇപ്പോൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. ഇവരെ ജോലിക്കെടുക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ അത് പ്രമുഖരായിട്ടുള്ള കമ്പനികളടക്കം ചൂണ്ടിക്കാണിക്കുകയും സ്ത്രീകൾക്ക് ഈ ജോലി ലഭിക്കുന്നതിന് വലിയ പ്രതിസന്ധി നേരിടുകയും ചെയ്യും എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചിരിക്കുന്നത്. അഭിഭാഷകനായിട്ടുള്ള ശൈലേന്ദ്ര മണി ത്രിപാഠി സമർപ്പിച്ചിട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള നിരീക്ഷണം വന്നിരിക്കുന്നത്. ഇത്തരം ഒരു നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ പിന്നിലാണെന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ പടരുമെന്നുള്ള കാര്യം കൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ആർത്തവം എന്നത് മോശമാണോ എന്നതിലടക്കമുള്ള ചിന്താഗതികൾ തൊഴിലിടങ്ങളിൽ നിർബന്ധമാക്കിയ സ്ത്രീകളെ ജോലിക്കെടുക്കുന്നതിൽ കമ്പനികൾ മടിക്കുന്ന സമീപനത്തിലേക്കടക്കം പോയേക്കുമെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം.